നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യം ഉറ്റുനോക്കിയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞുപോയത്. തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം എന്താകും എന്നറിയാൻ മാത്രമല്ല രാജ്യം മുഴുവൻ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടത്. മറിച്ച് രാജ്യസുരക്ഷാപരമായ ഒട്ടനവധി കാര്യങ്ങൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് MD നൂറുൽ ഹൂഡയുടെ ഉപദേശമാണ്. നൂറുൽ ഹൂഡ ഉപദേശിക്കുന്നത് മമതാ ബാനർജിയാണ്. ഈ കഴിഞ്ഞ മെയ് മാസം ആദ്യ ദിവസങ്ങളിലാണ്, അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ഉടനെയാണ് ഹൂഡയുടെ ഉപദേശം. മമതാ ബാനർജിയെ ഹൂഡ ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്: അതായത് തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്, BJPയാണ് അതിന് പിന്നിൽ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും രാജിവെക്കരുത്. രാജിവെക്കാതെ ദില്ലിയോടും BJPയോടും ഈ യുദ്ധം പ്രഖ്യാപിക്കണം. പശ്ചിമ ബംഗാളിനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കണം. അങ്ങനെ പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് ഏതാണ്ട് 17 കോടി മുസ്ലിങ്ങളുടെ പിന്തുണയുണ്ടാകും. ബംഗ്ലാദേശിലെ 17 കോടി മുസ്ലിങ്ങളുടെ പിന്തുണയുണ്ടാകും. ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ പിന്തുണയുണ്ടാകും. ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന സ്വപ്നം പിന്നീട് സാക്ഷാത്കരിക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ത്യയുടെ ജനാധിപത്യ പാരമ്പര്യമനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റാൽ രാജിവെക്കരുത്. അല്ലാതെ ആ പാരമ്പര്യം തെറ്റിച്ചുകൊണ്ട് രാജിയിൽ നിന്ന് പിന്മാറുകയും യുദ്ധം പ്രഖ്യാപിക്കുകയും വേണം. ദില്ലിയിൽ നിന്ന് യുദ്ധം പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ദില്ലിയിലെ ഭരണത്തിൽ നിന്നും കുതറിമാറി അവിടെ ഒരു സ്വതന്ത്ര രാജ്യം പ്രഖ്യാപിക്കണം, പശ്ചിമ ബംഗാളിനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കണം എന്നാണ് ഈ പറയുന്ന വിഘടനവാദി ഉപദേശിച്ചു കൊടുത്തത്. അത് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധരായ ഒട്ടനവധി ആളുകളുണ്ട്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ പാകിസ്ഥാൻ്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്നും സ്വതന്ത്രമാക്കി കൊടുത്തത് ഇന്ത്യയാണ്. അവർ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവവായു ശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഇന്ത്യൻ സൈനികരുടെ ബലിദാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. പാകിസ്ഥാൻ എപ്പോഴും കൈയടക്കി വച്ചിരിക്കുന്ന, അതേസമയം പാകിസ്ഥാൻ എപ്പോഴും നീതികേട് കാട്ടിയിരുന്ന ഒരു ഭൂവിഭാഗമാണ് കിഴക്കൻ പാകിസ്ഥാൻ എന്ന് അന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ ദാഹത്തിന് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് ഇന്ത്യയായിരുന്നു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ കൂടി ഓപ്പറേഷൻ്റെ അല്ലെങ്കിൽ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശ് അന്ന് സ്വതന്ത്രമായത്. പക്ഷേ എന്നിട്ടും ഇന്ത്യ വിരുദ്ധ മനോഭാവമുള്ള ധാരാളം ആളുകൾ ഇപ്പോഴും ബംഗ്ലാദേശിലുണ്ട്. അവർ പാകിസ്ഥാനോട് അനുഭാവം കാണിക്കുന്നു. പാകിസ്ഥാനെ എന്നെന്നും ശത്രു രാജ്യമായിട്ടാണ് യഥാർത്ഥ ബംഗ്ലാദേശുകാർ കാണുന്നത്. പക്ഷേ പാകിസ്ഥാനെ ആരാധിക്കുന്ന, പാകിസ്ഥാനെ ഒരു ഹീറോയായി കാണുന്ന ഒട്ടനവധി ആളുകൾ ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ട്. അവരിൽ ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഏതാനും മാസങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ ബംഗ്ലാദേശിൻ്റെ ഭരണം വന്നു. ഷെയ്ഖ് ഹസീന പുറത്തായതിനു ശേഷം ബംഗ്ലാദേശിൻ്റെ ഭരണം കൈയാളിയിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് ഭരണം നടത്തിയിരുന്നെങ്കിലും ആ സർക്കാരിനെ പുറത്തുനിന്ന് നിയന്ത്രിച്ചിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയും ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒപ്പം നിൽക്കുന്ന ചില ഈർക്കിൽ സംഘടനകളുമായിരുന്നു. അന്ന് നമ്മൾ കണ്ടതാണ് ബംഗ്ലാദേശിനെ അവർ മാറ്റിമറിക്കുന്നത്. എന്നും സുഹൃത്ത് രാജ്യമായിരുന്ന ഇന്ത്യയെ അവർ തള്ളിപ്പറഞ്ഞു. മാത്രമല്ല പാകിസ്ഥാനോട് അനുഭാവം കാണിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ നിരന്തരം ബംഗ്ലാദേശിലെത്തി സന്ദർശനം നടത്തി. ബംഗ്ലാദേശ് മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ടും സന്ദർശനം നടത്തി. പാകിസ്ഥാൻ്റെ ആയുധങ്ങൾ വാങ്ങാനുള്ള ശ്രമം ബംഗ്ലാദേശ് നടത്തി. മാത്രമല്ല പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളായ ലഷ്കർ-ഇ തൊയ്ബയ്ക്കും ജെയ്ഷെ മുഹമ്മദിനും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്താൻ ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ അവർ അനുവാദം കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ കടുത്ത ഇന്ത്യ വിരുദ്ധരായ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഇങ്ങനെ പറയുന്നതിൽ നമുക്ക് യാതൊരു അത്ഭുതവുമില്ല. പക്ഷേ മമതാ ബാനർജിയുടെയും അഭിപ്രായം അതായിരുന്നു. പിന്നീട് മമതാ ബാനർജി പറഞ്ഞതും മമതാ ബാനർജിയുടെ നിലപാടും അതേ നിലപാട് തന്നെയായിരുന്നു എന്നറിയുമ്പോഴാണ് ഇന്ത്യ ഞെട്ടുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവി സംഭവിച്ചിട്ടും 207 സീറ്റ് നേടി BJP വലിയ വിജയം നേടിയിട്ടും, വലിയ വിജയത്തിൽ നിന്നിരുന്ന ഈ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി വെറും 80 സീറ്റുകളിലേക്ക് ഒതുങ്ങിയിട്ടും ആ പരാജയം സമ്മതിക്കാതെ ഞാൻ ഇനി ഒരിക്കലും രാജിവെക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് മമതാ ബാനർജി ചെയ്തത്. ആ പ്രഖ്യാപനത്തിന് പിന്നിൽ വിദേശ രാജ്യത്തെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളാണോ എന്ന സംശയം അന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉണ്ടായി. അതിൽ യാതൊരു അത്ഭുതവുമില്ല. ജമാഅത്തെ ഇസ്ലാമി പറയുന്ന അതേ ശബ്ദത്തിൽ മമതാ ബാനർജിയും പറയാൻ തുടങ്ങി. അവർ ഗവർണർക്ക് രാജി സമർപ്പിക്കാൻ പോയില്ല.
തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ BJPയും ചേർന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതാണെന്നും യഥാർത്ഥ വിജയം തൃണമൂൽ കോൺഗ്രസിൻ്റേതാണെന്നും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മുഖ്യമന്ത്രി പദത്തിൽ നിന്നും രാജിവെക്കില്ലെന്നുമാണ് മമതാ ബാനർജി നിലപാടെടുത്തത്. എന്നാൽ ബംഗാൾ ഗവർണർ അത് പൊളിച്ചടുക്കി. ഒരു രാജ്യത്തെ ഒന്നാകെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. തീർച്ചയായും ബംഗാളിൽ വലിയ വലിയ മാറ്റങ്ങൾ നടത്താനുണ്ട്. ഇനിയുള്ള 5 വർഷം സുവേന്ദു അധികാരിയെ സംബന്ധിച്ചിടത്തോളം വിശ്രമമില്ലാത്ത ദിനങ്ങളാണ്. വലിയ രീതിയിൽ വികസനരാഹിത്യം അനുഭവപ്പെടുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ വികസനം തൊട്ട് തീണ്ടിയിട്ടില്ല. 34 വർഷം നീണ്ട കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനോ 15 വർഷം നീണ്ട തൃണമൂൽ ഭരണത്തിനോ വികസനം കൊണ്ടുവരാൻ സാധിച്ചില്ല. തൊഴിലില്ലായ്മ വർദ്ധിച്ചു. അവിടെ നിന്നുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും മറ്റ് സാധാരണ പണികൾ തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബംഗാളികൾ ദിനരാത്രം പണിയെടുത്തുണ്ടാക്കുന്ന പണമാണ് ഇപ്പോൾ ബംഗാളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥിതിഗതിക്ക് മാറ്റമുണ്ടാകണം. ബംഗാളിലെ യുവജനതയ്ക്ക് തൊഴിൽ ഉറപ്പുവരുത്താൻ സാധിക്കണം. അവിടെ നിക്ഷേപം ഒഴുകിയെത്തണം. അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകണം. ഗുജറാത്ത് പോലെയോ മഹാരാഷ്ട്ര പോലെയോ രാജസ്ഥാൻ പോലെയോ മധ്യപ്രദേശ് പോലെയോ ഒരു വികസനം അവിടെ ഉണ്ടായേ തീരൂ. അതിന് ഡബിൾ എൻജിൻ സർക്കാർ സഹായിക്കും എന്നാണ് വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഇപ്പോൾ പ്രതീക്ഷയുള്ളത്. എന്തായാലും ബംഗാളിനെ മാറ്റിയെടുക്കേണ്ട വലിയ ചുമതല സുവേന്ദു അധികാരിയുടെ തോളിലുണ്ട്. മാത്രമല്ല അതിനോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ചുമതലയും സുവേന്ദു അധികാരിക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. അതായത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും ഇല്ലാത്ത ഒരു ചുമതലയാണ് സുവേന്ദു അധികാരിക്ക് ഇനി ഏറ്റെടുക്കേണ്ടി വരിക. കാരണം പശ്ചിമ ബംഗാൾ അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ്. മറ്റു രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ്. മാത്രമല്ല ഇന്ത്യയുടെ മെയിൻലാൻഡിൽ നിന്നും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന സിലിഗുരി പോയിൻ്റ് അല്ലെങ്കിൽ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന സിലിഗുരി കോറിഡോർ, ആ പ്രദേശം കാത്തുസൂക്ഷിക്കേണ്ട ചുമതല ഭാരതത്തിനുണ്ട്, പ്രത്യേകിച്ചും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിക്കുണ്ട്. അതോടൊപ്പം തന്നെ അനധികൃത നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കണം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി കെട്ടാനും ആ അതിർത്തി സുരക്ഷിതമാക്കാനും സൈന്യത്തിന് സ്ഥലം അനുവദിക്കണം. ഇതെല്ലാം വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളാണ്. വർഷങ്ങളായി സൈന്യം സ്ഥലം അനുവദിക്കാനായി മമതാ സർക്കാരിന് അപേക്ഷ കൊടുക്കുന്നുണ്ട്. പക്ഷേ മമതാ ബാനർജി സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്ന സൈന്യത്തിന് ഭൂമി അനുവദിക്കാതെ വലിയ രാഷ്ട്രവിരുദ്ധത കാട്ടി. ഇത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പലതവണ പാർലമെൻറ്റിൽ പോലും പറഞ്ഞിട്ടുള്ളതാണ്. അനധികൃത കുടിയേറ്റം അത് അവസാനിപ്പിക്കണം. അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്നും ധാരാളം ആളുകൾ ഇന്ത്യയിലേക്ക് കടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗേറ്റായി പശ്ചിമ ബംഗാൾ സംസ്ഥാനം മാറിയിരിക്കുന്നു. അതിർത്തികൾ സംരക്ഷിക്കാൻ ഭൂമി അനുവദിക്കണം എന്ന അഭ്യർത്ഥന പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ചെവിക്കൊള്ളുന്നില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം അടിയന്തരമായി പരിഹരിക്കലാകും സുവേന്ദു അധികാരിയുടെ മുൻഗണന. അതായത് അതിർത്തികൾ സംരക്ഷിക്കാനും അതിർത്തി കടന്ന് രാജ്യവിരുദ്ധരായ ആളുകൾ രാജ്യത്തിനകത്തേക്ക് കടക്കുന്നില്ല എന്നുറപ്പുവരുത്താനും സുവേന്ദു അധികാരിക്ക് കഴിയണം. അതാണ് സുവേന്ദു അധികാരിയുടെ ആദ്യ ദൗത്യം. മമതാ ബാനർജി ചെയ്തതുപോലെയല്ല, ബംഗ്ലാദേശിനെ പൂർണ്ണമായും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഈ മുഖ്യമന്ത്രിക്ക് സാധിക്കണം. മമതാ ബാനർജി ചെയ്തത് അനധികൃതമായി ബംഗ്ലാദേശ് പ്രോത്സാഹിപ്പിക്കുകയാണ് ഇന്ത്യയിലേക്കുള്ള കുടിയേറ്റം. ആ കുടിയേറ്റക്കാരെ പച്ച പരവതാനി വിരിച്ച് സ്വീകരിക്കുകയാണ് മമതാ ബാനർജി ചെയ്തത്. എന്ന് പറഞ്ഞാൽ ശത്രു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ തൊട്ടടുത്ത രാജ്യത്തിൻ്റെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കുട പിടിച്ചു കൊടുക്കുകയായിരുന്നു നമ്മുടെ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായിരിക്കും നമുക്കത്. പക്ഷേ സത്യം അതായിരുന്നു. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ എന്ന പേരിൽ അനധികൃതമായി കുടിയേറ്റക്കാർ ഇന്ത്യയിലേക്ക് വന്നു. അവർ ബംഗാളിലേക്ക് ആദ്യം വരുന്നു, അതിനുശേഷം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. ഇത് നമ്മുടെ രാജ്യസുരക്ഷയെ പോലും അപകടപ്പെടുത്തി. അവർക്ക് ആധാർ കാർഡും റേഷൻ കാർഡും SSLC സർട്ടിഫിക്കറ്റ് വരെ ഉണ്ടാക്കി നൽകാനുള്ള ഏജൻസികൾ ബംഗാളിൽ പ്രവർത്തിക്കുന്നു. ഈ ഏജൻസികളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കേന്ദ്ര ഇൻ്റലിജൻസ്
ഏജൻസികൾ നൽകിയിട്ടും മമതാ ബാനർജി ഇത്തരം ഏജൻസികളെക്കുറിച്ച് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇത്തരം ആളുകൾ, ഇടനിലക്കാർ അവിടെ തഴച്ചു വളർന്നുകൊണ്ടിരുന്നു. അവർ പണം വാങ്ങി, അനധികൃത കുടിയേറ്റക്കാരിൽ നിന്നും പണം വാങ്ങിയ ശേഷം അവർക്ക് ഇന്ത്യയുടെ രേഖകൾ നൽകി. ഈ അനധികൃതമായ അല്ലെങ്കിൽ വ്യാജ രേഖകൾ നൽകി. ഈ രേഖകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന അനധികൃത കുടിയേറ്റക്കാർ വർഷങ്ങളോളം ഇന്ത്യയിൽ താമസിച്ചത് എന്നോർക്കണം. എന്തുകൊണ്ടാണ് മമതാ ബാനർജി ബംഗ്ലാദേശിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി എന്തു പറയുന്നുവോ അതനുസരിക്കാനുള്ള ഒരു വ്യക്തിയാണോ ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന ചോദ്യം ഉയരുകയാണ്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടന പറയുന്ന ഉപദേശങ്ങൾ, നൽകുന്ന ഉപദേശങ്ങളെല്ലാം മമതാ ബാനർജി ഇപ്പോൾ അതുപോലെ കേൾക്കുകയാണ്. ഏറ്റവും ഒടുവിലായി രാജിവെക്കരുത് എന്ന ഉപദേശം പോലും അവർ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയുടെ ബംഗ്ലാദേശ് കണക്ഷനുകൾ പൂർണ്ണമായും അന്വേഷിക്കാൻ സുവേന്ദു അധികാരി നിർബന്ധിതനാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. രാഷ്ട്രത്തെയും സംസ്ഥാനത്തെയും സംരക്ഷിക്കാൻ, അനധികൃത കുടിയേറ്റക്കാരിൽ നിന്നും സംരക്ഷിക്കാൻ ബംഗാളിൻ്റെ മുൻ ഭരണകൂടത്തിന് ബംഗ്ലാദേശുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും വികസിത പശ്ചിമ ബംഗാൾ എന്ന മുദ്രാവാക്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പശ്ചിമ ബംഗാളിൻ്റെ വികസനത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്ര സർക്കാരും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ BJP അധികാരം നേടിയത് BJPയുടെ കേന്ദ്ര നേതൃത്വത്തെ വല്ലാതെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. ശ്യാമപ്രസാദ് മുഖർജി എന്ന പാർട്ടിയുടെ സ്ഥാപക നേതാവ്, ആ സ്ഥാപകൻ്റെ ജന്മനാടായ പശ്ചിമ ബംഗാൾ ഇതുവരെയും BJPക്ക് വഴങ്ങിയിരുന്നില്ല. വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിനൊടുവിലും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളുമെല്ലാം പിടിമുറുക്കുകയായിരുന്നു. സത്യത്തിൽ BJPക്ക് കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് വരെ യാതൊരുവിധ രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യവും ബംഗാളിൽ ലഭിച്ചിരുന്നില്ല. 34 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ സമയത്ത് ആയിരക്കണക്കിന് BJP പ്രവർത്തകരാണ് ആ ബംഗാളിൽ കൊല്ലപ്പെട്ടത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ സമയത്തും ബംഗാളിൽ BJP പ്രവർത്തകർക്കെതിരെ കലാപം തുടർന്നുകൊണ്ടിരുന്നു. അത്തരം കലാപങ്ങൾക്കും പ്രതികൂല സാഹചര്യങ്ങളോടും മല്ലിട്ടുകൊണ്ടാണ് 3 സീറ്റിൽ നിന്നും 77 സീറ്റിലേക്കും 77 സീറ്റിൽ നിന്നും തിരികെ 207 സീറ്റിലേക്കും BJP എത്തിയതും അധികാരം പിടിച്ചതും. ഈ അഭിമാന നിമിഷത്തിലാണ് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ BJP ചർച്ച ചെയ്യുന്നത്. അത് ബംഗ്ലാദേശിനെയും വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ബംഗാളിൽ അധികാരത്തിലെത്തി കൊണ്ട് തന്നെ BJP ഇനി അനധികൃത കുടിയേറ്റക്കാരെ സംസ്ഥാനത്ത് നിന്നും പുറത്താക്കും എന്ന് ഏതാണ്ട് അവർക്ക് ഉറപ്പായി കഴിഞ്ഞു. ബംഗ്ലാദേശിനോട് യാതൊരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ചെയ്യേണ്ട എന്ന് കേന്ദ്ര സർക്കാരും വിദേശകാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. രാജ്യസുരക്ഷാപരമായ കാര്യങ്ങൾ മുൻതൂക്കം നൽകുക, അതിർത്തികൾ സുരക്ഷിതമാക്കുക, ബംഗ്ലാദേശികളെ ഈ മണ്ണിൽ നിന്നും ഓടിക്കുക, ഇതൊക്കെയായിരിക്കും സുവേന്ദു അധികാരി ഇപ്പോൾ മുൻഗണന നൽകുന്ന വിഷയങ്ങൾ.